ഇന്ന് രാവിലെ തന്നെ കുറച്ചധികം തിരക്കുള്ള ദിവസമാണ് കേട്ടോ. ഈ ബ്രഷ് വെച്ച് കാണിക്കുന്നത് എന്താണെന്നോ, പെയിൻ്റ് അടിക്കുകയല്ല, ചുക്കിലി അടിക്കുവാണ് കേട്ടോ. കുറേ പൊടിയും ചുക്കിലിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് അടിച്ച് കളയാമെന്ന് വിചാരിച്ചേ. ഈ ജനലിൽ ചാരിയാണ് ഞാൻ എൻ്റെ ഭഗവാന്റെ ഫോട്ടോയൊക്കെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ പൂജാമുറിയൊന്നും നമുക്ക് അങ്ങനെ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെയാണ് വെക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഈ ഫോട്ടോയൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്ത് കേട്ടോ. അതുപോലെ തന്നെ വിളക്കുമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. നാളെ ഏകാദശിയാണ്. അപ്പോൾ അതിന് മുമ്പേ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം ഞാൻ പെരയുടെ അകമൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഇന്ന് അരിയാഹാരം ഒരു നേരെ കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് രാവിലെ കപ്പയാണ് കേട്ടോ കഴിച്ചത്. രാവിലെ വിളക്ക് കത്തിക്കാൻ എടുക്കുന്ന ചിരാതൊക്കെ ആകപ്പാട് അഴുക്ക് പിടിച്ചിരിക്കുമായിരുന്നേ. അപ്പോൾ ഞാൻ ഓർത്തത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാമെന്ന്. അതിനായിട്ട് വെള്ളത്തിലേക്ക് സോഡാപ്പൊടിയും സോപ്പ് പൊടിയും പിന്നെ കുറച്ച് ഡിഷ് വാഷും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് അതിനകത്തേക്ക് നമ്മുടെ ഈ ചിരാതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് എനിക്ക് ചോറ് ഒരു നേരമേ കഴിക്കാൻ പറ്റുള്ളായിരുന്നേ. അപ്പം ഞാൻ തൈര് സാദം ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചേ. അപ്പം ഞാൻ എന്താ ഇതെന്നറിയാമോ, നല്ല വെന്ത ചോറിനകത്തേക്ക് തൈരും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെച്ചേ. അതിനുശേഷം നമ്മൾ വറ പൊട്ടിച്ച് അതിനകത്തേക്ക് ഒഴിക്കും. അങ്ങനെ വറ പൊട്ടിച്ചൊക്കെ ഒഴിച്ചതിന് ശേഷം തൈര് സാദമാക്കി ഇന്ന് ഇതാണ് കഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ടാറ്റാ.